കട്ടക്കലിപ്പന്റെ കാന്താരി മാലാഖ. രചന വർണ്ണ ദേവദത്തൻ. അവതരണം സാലിം കരുളായി. നീ താഴെ പോയി എനിക്കൊരു ചായ എടുത്തിട്ട് വാ, അപ്പോഴേക്ക് ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. അത് പറഞ്ഞ് ദത്തൻ ബാത്റൂമിലേക്ക് കയറി. ആവൂ, ഇന്നേക്ക് രക്ഷപ്പെട്ടു. നാളെ ഇനി തലവേദന എന്ന് പറയാം, മറന്ന വയറുവേദന. അതിൻ്റെ പിറ്റേന്ന് ആമി ചേച്ചി പോവാൻ നിൽക്കുന്നതിന് സങ്കടം. അതിൻ്റെയും പിറ്റേന്ന് ആമി ചേച്ചി പോയ സങ്കടം. തൽക്കാലത്തേക്ക് ഇത് മതി. എന്നോട് അവൻ്റെ കളി. വർണ്ണ എന്നെ സുമ്മാവാ. വർണ്ണ താഴേക്ക് പോകുന്നതിന് പ്ലാൻ ചെയ്ത് വേഗം അടുക്കളയിൽ പോയി ചായ ഇട്ട് കപ്പിലേക്കാക്കി റൂമിലേക്ക് വരുന്നു. വരുന്ന വഴി പതയുടെ റൂമിൽ നോക്കിയപ്പോൾ അവർ രണ്ടുപേരെയും ആമി ചേച്ചി പഠിപ്പിക്കുകയാണ്. സില്ലി ഗേൾസ്. അവരെ നോക്കി ചിരിച്ച് വർണ്ണ വീണ്ടും റൂമിലേക്ക് നടന്നു. അല്ലെങ്കിലും ആമി ചേച്ചിയും അഭിയേട്ടനും പണ്ട് മുതലേ നന്നായി പഠിക്കും. ആമി ചേച്ചി ആദ്യമൊക്കെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുമായിരുന്നു. വർണ്ണ റൂമിലെത്തുമ്പോൾ ദത്തൻ കുളി കഴിഞ്ഞിറങ്ങിയിരുന്നു. ദത്ത ചായ എന്നു പതിവില്ലാതൊരു ചായ. ദത്തൻ ആ ചായ വാങ്ങി ശേഷം അവളെ പിടിച്ച് ടേബിളിൻ്റെ അടുത്തുള്ള ചെയറിലിരുത്തി. ഇതെനിക്കല്ല, നിനക്കാ. എനിക്കെന്തിനാ? ഞാൻ വൈകുന്നേരം ചായ കുടിച്ചതാ. അത് സാരല്ല, ഇത് കുടിക്ക് കൂട്ടി. തലവേദന വരാതിരിക്കാനാ. വേഗം കുടിക്ക്. എനിക്ക് വേണ്ട ദത്ത. കുടിക്ക് കുഞ്ഞേ. അവൻ നിർബന്ധിച്ചതും പറഞ്ഞത് കുടിച്ചു. ഇനി എന്നെ കൂട്ടി ബാത്റൂമിൽ പോയി ഫ്രഷായി മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വാ. എന്തിനാ ദത്ത? ഞാൻ പറയാം, നീ ആദ്യം പോയി വാ. അത് പറഞ്ഞ് ദത്തൻ ചായക്കപ്പ് കൊണ്ട് താഴേക്ക് പോയി. വർണ്ണ വേഗം ഫ്രഷായി വന്നു. ദത്തൻ 2 കപ്പ് വെള്ളവുമായി റൂമിലേക്ക് വന്നു. ഇത് ചൂടുവെള്ളം, ഇത് തണുത്ത വെള്ളം. ദത്തൻ കയ്യിലെ 2 കുപ്പികളും ടേബിളിന് മുകളിൽ വെച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. തലവേദന വരാതിരിക്കാൻ ചായ കുടിച്ചു, ഉറക്കം വരാതിരിക്കാൻ മുഖവും കഴുകി. ഇനി വെള്ളം കുടിക്കാൻ ദാഹിച്ചാൽ താഴേക്ക് പോകേണ്ട കാര്യമില്ല. ഓ ഗോഡ്, ഐ ആം ട്രാപ്ഡ്. വർണ്ണയുടെ മനസ്സ് അവളോടായി പറഞ്ഞു. അപ്പം തുടങ്ങിയില്ലേ? ദത്തൻ അവളിരിക്കുന്ന ടേബിളിൻ്റെ അടുത്ത് മറ്റൊരു ചെയറിലായിരുന്നു മുക്ക് തുറന്നു വെച്ചു. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ കുഞ്ഞേ? ദത്തൻ അവളെ നോക്കി വീണ്ടും ചോദിച്ചതും വർണ്ണ മനസ്സിലാ മനസ്സോട് തലയാട്ടി. പഠിക്കുന്നതിന് മുമ്പ് ആദ്യം എൻ്റെ കുട്ടിക്ക് ആരാവാൻ ആഗ്രഹം എന്ന് പറ. ദത്തൻ താടിക്ക് കൈ കൊടുത്ത് അവളെ നോക്കി. എനിക്ക് അങ്ങനെയൊന്നുമില്ല ദത്ത. PG കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പ് നിർത്താം. അതാ എൻ്റെ ആഗ്രഹം. അയ്യടാ, ആ ആഗ്രഹം എൻ്റെ കുട്ടി 4 ആക്കി മടക്കി മനസ്സിലെടുത്ത് വെച്ചു. പഠിച്ചൊരു ജോലി വാങ്ങിച്ചിട്ട് വേണം എൻ്റെ കുട്ടിയെ ജോലിക്ക് അയച്ചിട്ട് എനിക്ക് സുഖമായി വീട്ടിലിരിക്കാൻ. അത് ഈ ജന്മത്തിൽ നടക്കില്ല. അതൊക്കെ നടക്കും. എൻ്റെ കുട്ടി MA എക്കണോമിക്സ് അല്ലേ, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് വല്ല ജോലി നോക്കിയാലോ? വേണ്ട ദത്ത, എനിക്ക് ഈ കോഴ്സ് തന്നെ ഇഷ്ടമല്ല. എന്നാൽ PG കഴിഞ്ഞ് നമുക്ക് B.Ed പോവാം. എന്നിട്ട് ദർശനയെ പോലെ ടീച്ചറാവാം. എന്നിട്ട് വേണം ആ കുട്ടികളുടെ ശാപം എനിക്ക് കിട്ടാൻ. ശാപം കിട്ടിയിട്ടുള്ള ജോലിയൊന്നും എനിക്ക് വേണ്ട. മാത്രമല്ല, കുരുത്തം കണ്ട പിള്ളേരാ. വല്ല സംശയം ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. എന്നാൽ MBA ചെയ്യാം. എന്നിട്ട് നമ്മുടെ കമ്പനിയിൽ ജോലിക്ക് കയറാം. എന്നിട്ട് വേണം ഞാൻ നിങ്ങളുടെ കമ്പനി പണിയെടുത്ത് ചാവാൻ. നീയും പാർവതി ചേച്ചിയും കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നല്ലേ. എന്നാൽ PSC ട്രൈ ചെയ്യാം. എന്നിട്ട് ഗവൺമെൻറ് ജോബ് നോക്കാം. അതിനൊക്കെ നല്ല ബുദ്ധി വേണം. എനിക്കിപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് പോലും അറിയില്ല. എന്നിട്ട് PSC. എന്നാൽ നീ തന്നെ പറയും, ഇതൊന്നും വേണ്ടെങ്കിൽ വേറെ ഏതാ എൻ്റെ കുട്ടിക്ക് വേണ്ടത്? എനിക്കിങ്ങനെ വീട്ടിലിരുന്ന് നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി, നീ ഓഫീസിൽ പോകുമ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഷർട്ട് അയൺ ചെയ്ത് തന്ന്. മറുപടിയായി ഇദ്ദേഹത്തിന് അവൾ രൂക്ഷമായി നോക്കി. വർണ്ണ നോക്ക്, വെറുതെ വീട്ടിലിരിക്കുക എന്ന വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ അത് മാറ്റിയേക്ക്. ദത്തൻ ഗൗരവത്തിൽ പറഞ്ഞതും വർണ്ണ പേടിച്ചുകൊണ്ട് തലയാട്ടി. അവൻ ബുക്കിൽ ഓരോ പേജുകളായി മറിച്ച് നോക്കാൻ തുടങ്ങി. ദത്തൻ്റെ മുഖത്ത് ആ ഗൗരവം കണ്ട് താൻ പെട്ടു എന്ന് വർണ്ണക്കും മനസ്സിലായിരുന്നു. കഴിഞ്ഞ സെയിം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? പാസ്സാവോ? അവൻ ബുക്കിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. അവനെന്തായാലും ജയിക്കുമെന്ന് ഉറപ്പാ. വേണി ഞാൻ ചിലപ്പോഴേ പാസ്സാവൂ. അതെന്നങ്ങനെ? ഞാൻ വെച്ച ബിറ്റിൽ ആകെ 3 ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നുള്ളൂ. അത് 2 5 മാർക്കിൻ്റെയും 1 3 മാർക്കിൻ്റെയും. പക്ഷെ അനു വെച്ചതിൽ 3 എക്സ്ട്രാ കറക്റ്റ് വന്നു. വേണി പാവം, അവൾക്ക് 2 1 വേർഡ് മാത്രമേ വന്നുള്ളൂ. വർണ്ണ പറഞ്ഞതിന് ശേഷമാണ് താൻ എന്താണ് പറഞ്ഞതെന്ന് സ്വയം ഓർത്തത്. അവൾ പേടിച്ച് ദത്തനെ നോക്കിയതും അവൻ വന്ന ചിരി അടക്കി പിടിച്ചിരിക്കുകയാണ്. എന്തിനാ നീ ഇങ്ങനെ ചിരിക്കണേ? വർണ്ണ അത്ഭുതത്തോടെ നോക്കി. ഭിറ്റ് വെച്ച് പാസ്സാവാനുള്ള ബുദ്ധി പോലും എൻ്റെ കുട്ടിക്കില്ലല്ലോ എന്ന് ആലോചിച്ച് ചിരിച്ചതാ. അവൻ ടേബിളിൻ്റെ മുകളിലിരിക്കുന്ന പെൻസിലെടുത്ത് ടെക്സ്റ്റിൽ മാർക്ക് ചെയ്യാൻ തുടങ്ങി. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറാണ്. അതിലാദ്യത്തെ ടോപ്പിക്കാണ് വാട്ട് ഈസ് ദി എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ. ദത്തൻ പറയുന്നത് നോക്കി വർണ്ണ അവനെ കണ്ണെടുക്കാതെ നോക്കി. ആദ്യമൊക്കെ വർണ്ണ ശ്രദ്ധിച്ചുവെങ്കിലും
പതി അവളുടെ ശ്രദ്ധ മാറാൻ തുടങ്ങിയിരുന്നു. തുറന്നിട്ട ജനാലിലൂടെ അകത്തേക്ക് വീശുന്ന നേർത്ത കാറ്റിൽ ദത്തന്റെ മുടിയിഴകൾ മുഖത്തേക്ക് പാറി വീഴുന്നുണ്ട്. അതവൻ ഇടത് കൈ കൊണ്ട് ഒതുക്കി വെക്കുന്നത് അവൾ കൗതുകത്തോടെ നോക്കി. വലത് കൈയിൽ പെൻസിൽ കറക്കിക്കൊണ്ട് ഇടത് ബുക്കിൽ ടോപ്പിക്കുകൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത്രയും പഠിക്ക്. ദത്തൻ ടേബിളിന് മുകളിലുള്ള ബുക്ക് എടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇത്രയും നേരം അവൻ പറഞ്ഞു തന്നതൊന്നും വർണ്ണ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. അവൾ മറ്റേതോ ലോകത്തായിരുന്നു. ദത്തൻ പറഞ്ഞതിന് തലയാട്ടി അവൾ ബുക്കും എടുത്ത് വന്ന് ബെഡിലിരുന്നു. ദത്തൻ തൻ്റെ ലാപ്പ് ഓൺ ചെയ്ത് വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. വർണ്ണ ബുക്ക് തുറന്നു വെച്ച് അതിൽ ദത്തൻ വർണ്ണ എന്ന സ്പെല്ലിങ് കണ്ടുപിടിച്ച് പെൻസിൽ കൊണ്ട് റൗണ്ട് ചെയ്യുകയാണ്. പേജിൻ്റെ 4 മൂലയിലുള്ള ഡെക്കറേഷൻ വേറെ. ഉറക്കെ വായിച്ച് പഠിക്കു കുഞ്ഞേ. ലാപ്ടോപ്പിൽ നോക്കിയാണ് അവന് പറഞ്ഞതെങ്കിലും നല്ല ഗൗരവത്തിലായിരുന്നു. വർണ്ണ മനസ്സില്ലാ മനസ്സോടെ വായിക്കാൻ തുടങ്ങി. അരമണിക്കൂറിനുള്ളിൽ അവൾ 6 വട്ടം ബാത്റൂമിൽ പോയി. ഒപ്പം 2 കുപ്പി വെള്ളവും കുടിച്ചു തീർത്തു. ഇതൊക്കെ സമയം കളയാനുള്ള അവളുടെ അടവുകളാണെന്ന് ദത്തന് അറിയാമായിരുന്നു. അല്ലെങ്കിൽ നാഴേക്ക് 40 വട്ടം ഈ ശിലുവും ഭദ്രയും ഈ റൂമിൽ കയറിറങ്ങുന്നതാ. ഇനി ഈ വഴിക്ക് പോമാരെ കാണാനില്ലല്ലോ. വാർണ ഡോറിനരികിലേക്ക് നോക്കി ആത്മവദിച്ചു. നീ പഠിക്കുകയാണെന്നും അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ഈ വഴിക്ക് വന്നു പോകരുതെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും വരുന്നത് നോക്കി ഡോറിന് പുറത്തേക്ക് വായി നോക്കി ഇരിക്കണ്ട. മര്യാദയ്ക്ക് വേഗം പഠിക്കാൻ നോക്ക്. ദത്തൻ തിരിഞ്ഞവൾ നോക്കി പറഞ്ഞ് വീണ്ടും അവൻ്റെ വർക്ക് ചെയ്യാൻ തുടങ്ങി. തനിക്ക് രക്ഷപ്പെടാൻ ഇനിയൊരു വഴിയില്ലെന്ന് മനസ്സിലായതും അവൾ പതിയെ പഠിക്കാൻ തുടങ്ങി. ഇത്തരം നല്ല ശീലങ്ങൾ കുറച്ചു കാലമായി ഇല്ലാത്തതിനാൽ പഠിച്ചെടുക്കാൻ അവളും ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. കഴിഞ്ഞോ? ദത്തൻ്റെ ശബ്ദം കേട്ട് പഠിച്ച് ഉറക്കം തൂങ്ങിയ വർണ്ണ ഞെട്ടി ഉണർന്നു. കഴിഞ്ഞു. അത് കേട്ട് ദത്തൻ എഴുന്നേറ്റ് അവളുടെ അരികിൽ വന്നിരുന്നു. താ ഞാനൊന്ന് നോക്കട്ടെ, പഠിച്ചോന്ന്. ദത്തൻ അവളുടെ കയ്യിൽ നിന്നും ബുക്ക് വാങ്ങി. ഇതെന്താ അത്തപ്പൂക്കളിട്ട് വെച്ചിരിക്കുകയാണോ? ബുക്കിൻ്റെ സൈഡിലുള്ള വർണ്ണയുടെ ഡെക്കറേഷൻസ് കണ്ട് ദത്തൻ ചോദിച്ചു. വർണ്ണ തന്നോടല്ല ചോദിക്കുന്നെന്ന ഭാവത്തിലിരുന്നു. ദത്തൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം തപ്പിത്തടഞ്ഞിട്ടാണെങ്കിലും വർണ്ണ ഉത്തരം പറഞ്ഞൊപ്പിച്ചു. അടുത്തത് പഠിക്കാൻ ദത്തൻ പറഞ്ഞതും വർണ്ണയുടെ മുഖമാകെ മാറി. പിള്ളാരെ കഴിക്കാൻ വാ. ചെറിയമ്മ വന്ന് വിളിച്ചതും വർണ്ണ പുറത്തേക്കൊരു ഓട്ടായിരുന്നു. അത് കണ്ട് ദത്തന് ചിരി വന്നു. ഇപ്പം ഇങ്ങനെയൊക്കെ ആയോ? അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിനക്ക് വിശ്വാസം വന്നില്ല. ഇപ്പം മനസ്സിലായില്ലേ? ഏട്ടൻ്റെ സ്വഭാവം വെച്ച് വഴക്കല്ല, 2 ആടിയാ തരേണ്ടത്. അത് കിട്ടാൻ നിന്റെ ഭാഗ്യം. വർണ്ണ നേരെ ഓടി വന്ന് ശിലുവിൻ്റെയും ഭദ്രയുടെയും റൂമിലാണ്. ദത്തൻ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം അവൾ പരാതിയായി പറഞ്ഞപ്പോൾ ഭദ്രയും ശിലുവും അവളെ കളിയാക്കുകയായിരുന്നു. അന്ന് ഇവള് പറഞ്ഞ ഓർമ്മയില്ലേ ശിലു നിനക്ക്? ഏട്ടൻ ഇവളെ പേടിയാണ്. ഇവളൊരു വര വരച്ച അതിനപ്പുറം ഏട്ടൻ പോയില്ലെന്ന്. അത് ശരിയാ, പക്ഷെ ഏട്ടൻ പറയും ഇവളെവിടെ വരക്കണമെന്ന്. 2 പേരും കൂടി എന്നെ കളിയാക്കിക്കോ. നോക്കിക്കോടി, നിങ്ങൾ 2 പേരെയും കെട്ടാ വരുന്നവന്മാർ പഠിപ്പിച്ചുകളായിരിക്കും. എന്നിട്ട് ജീവിതാവസാനം വരെ നിങ്ങളെ പഠിപ്പിച്ച് കൊല്ലൂടി. വർണ്ണ അവരെ ശാപിച്ചു. ഓ ആയിക്കോട്ടെ, ഞങ്ങളങ്ങ് സഹായിച്ചു. നിങ്ങൾക്കെന്താ ഇത്രയും നേരായിട്ട് കഴിക്കാൻ വരാറായില്ലേ? ദത്തൻ ഡോറരികിൽ വന്നുകൊണ്ട് ചോദിച്ചു. ദാ വാരിയേട്ടാ. ഭദ്ര വേഗം പുറത്തേക്ക് പോയി. ഇനി നിങ്ങളെ പ്രത്യേകം വിളിക്കണോ? ഇപ്പം വരാതെത്താ. ശിലുവിനെയും വർണ്ണയെയും ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ച് അവൻ പോയി. എനിക്ക് മടുത്തു, എനിക്ക് പഠിക്കണ്ട. അവൾ കണ്ണു നിറച്ചുകൊണ്ട് ശിലുവിൻ്റെ മടിയിലേക്ക് കിടന്നു. വർണ്ണമോളെ, എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. പക്ഷേ അതെത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല. നിന്റെ കഴിവനുസരിച്ചിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ശിലു നീ ഉദ്ദേശിക്കുന്നേ? വർണ്ണ അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് പ്രത്യേക താളത്തിൽ ചോദിച്ചു. അതെന്നെ. ശിലുവും ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ശേഷം എല്ലാം പ്ലാൻ ചെയ്ത് അവർ ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നു. എല്ലാവരും അപ്പോഴേക്കും ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു. ആവി ചെറിയമ്മയുടെ കൂടെ ഭക്ഷണം വിളമ്പാൻ കൂടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പാത്തിയുമായി കണ്ണും തമ്മിലുണ്ട്. വാർണയൊന്ന് ആക്കി ചിരിച്ച് ഭദ്രയുടെ അരികിൽ വന്നിരുന്നു. ഒപ്പം ശിലുവും. സാധാരണ ത്രിമൂർത്തികളാണ് ആദ്യം ഭക്ഷണം കഴിച്ച് കഴിയാറുള്ളത്. പക്ഷേ ഇന്ന് എല്ലാവരുടെയും കഴിച്ച് കഴിഞ്ഞിട്ടും അവർ 3 പേരുടെയും കഴിഞ്ഞിട്ടില്ല. ദത്തൻ കൈ കഴുകി അവിടെ ഓപ്പോസിറ്റായുള്ള ചെയറിൽ വന്നിരുന്നു. ഇന്നെങ്ങാനത് കഴിച്ച് കഴിയുമോ? ദത്തൻ അവരെ നോക്കി ചോദിച്ചു. നീ റൂമിലേക്ക് പോയിക്കോ ദത്ത, ഞാൻ കഴിച്ചു വന്നോളാം. വേഗം 3 കഴിച്ച് എണീക്കുന്നോ അത് ഞാൻ കഴിപ്പിക്കണോ? ദത്തൻ മുന്നിലിരിക്കുന്ന ഗ്ലാസ് വട്ടം കറക്കിക്കൊണ്ട് ചോദിച്ചു. അത് ചോദിക്കലും ഭദ്രയും ശിലവും വേഗം കഴിച്ച് ഏത് വഴിക്കാ ഓടിയെന്ന് അവർക്ക് പോലും അറിയില്ല. സമയം കൂടുതൽ കളയാൻ വേണ്ടി സാധാരണ കഴിക്കുന്നതിനേക്കാൾ ഇരട്ടി ഫുഡ് എടുത്തതിനാൽ വർണ്ണക്കത് കഴിച്ച് തീർക്കാനും പറ്റുന്നില്ല. അവൾ ദയനീയമായി പ്ലേറ്റിലേക്കും ഫോണും നോക്കിയിരിക്കുന്ന ദത്തനെയും നോക്കി. ദത്ത, എനിക്ക് മതി. അവൾ ചെറിയ പേടിയോടെയാണ് അത് പറഞ്ഞത്. പിന്നെ എന്തിനാ ഇത്രയ്ക്ക് ചോറെടുത്തത്? ആവശ്യത്തിന് എടുത്താൽ മതിയായിരുന്നല്ലോ. അത് മുഴുവൻ കഴിച്ചിട്ട് നീ അവിടെ എഴുന്നേൽക്കൂ. ദേഷ്യപ്പെടില്ല ദത്ത, എനിക്ക് മതിയായി. അതാ. അവൾ കണ്ണു നിറച്ച് പറഞ്ഞതും ദത്തനും പാവം തോന്നി.
അവൻ വർണ്ണയുടെ അരികിലായി വന്നിരുന്നു. ഭക്ഷണത്തിൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെ കരയില്ല കുഞ്ഞെ. ഫുഡ് വെറുതെ വേസ്റ്റാക്കാൻ പാടുണ്ടോ? അദ്ദേഹത്തിന് അവളുടെ പ്ലേറ്റ് തന്നെ മുന്നിലേക്ക് നീക്കി വെച്ചു. ശേഷം ചെറിയ ഉരുളയാക്കി അവൾക്ക് നേരെ അത് നീട്ടി. എൻ്റെ കുട്ടിക്ക് പഠിക്കാനെന്താ ഇത്ര മടി? പഠിക്കാൻ മടിച്ചിട്ടല്ലേ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്? അതും ചെയ്യുന്നത് മൊത്തം മണ്ടത്തരവും. ദത്തൻ വാത്സല്യത്തോടെ അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ഇത് കണ്ടുകൊണ്ടുവന്ന അബിയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. അവൾക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന ദത്തനും ചെറിയ കുട്ടികളെ പോലെ അവനോട് സംസാരിക്കുന്ന വർണ്ണയും കണ്ട് അവന് ദേഷ്യത്തിൽ മുകളിലേക്ക് കയറിപ്പോയി. പ്ലേറ്റിലെ മുഴുവൻ ഫുഡും ദത്തൻ അവൾക്ക് വാരി കൊടുത്തു. ആ സമയം മുഴുവൻ അവളൊരു കുഞ്ഞു കുട്ടിയായിരുന്നു ദത്തന്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വർണ്ണ താഴെ ചുറ്റിച്ചിരിയാൻ നിന്നുവെങ്കിലും ദത്തൻ പിടിച്ച പിടിയാൽ അവളെയും കൊണ്ട് റൂമിലേക്ക് നടന്നു. അവർ റൂമിലേക്ക് പോകുമ്പോൾ പാർവതി അവളുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് വരികയായിരുന്നു. അത് കണ്ട് വർണ്ണ അവിടേക്ക് ഓടി. എന്താ ചേച്ചി, ഉറങ്ങിയില്ലേ? മുഖം വല്ലാതിരിക്കുന്നു. ചേച്ചിക്ക് എന്താ വയ്യേ? പനിയാണോ? വർണ്ണ അവളുടെ നെറ്റിയിലും കഴുത്തിലും തൊട്ടു നോക്കി. ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല വർണ്ണ. അല്ല, എനിക്ക് സങ്കടമാവുമെന്ന് കരുതി ചേച്ചി വെറുതെ പറയാത്തതാ. ചേച്ചിക്ക് പനിയുണ്ട്. എന്തായാലും ചേച്ചി ഈ വയ്യാത്ത സമയത്ത് ഒറ്റയ്ക്ക് കിടക്കണ്ട, നമുക്ക് ഒരുമിച്ച് കിടക്കാം. വർണ്ണ പാർവതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ട് പാർവതി ഒന്നും മനസ്സിലാവാതെ വർണ്ണയെയും ദത്തനെയും മാറി മാറി നോക്കി. ഞാനിന്ന് ചേച്ചിയുടെ കൂടെ കിടക്കാതെത്താ, അവൾ പാർവതിയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ദത്തൻ ഒന്നും മിണ്ടാതെ അവളെ നോക്കി രണ്ട് കൈയും കെട്ടി നിന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല വർണ്ണ. പാർവതി തൻ്റെ കയ്യിലെ വർണ്ണയുടെ പിടിവിടാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞോ നിന്റെ അഭിനയം? ദത്തൻ വർണ്ണയെ നോക്കി പേടിപ്പിച്ചു. പണ്ട് ഞാൻ ഭദ്രയും ശിരുവിനെയും പഠിപ്പിക്കാൻ വേണ്ടി വാങ്ങിയെന്ന ചൂരിൽ ഇപ്പോൾ സ്റ്റോർ റൂമിലില്ലേ പാർവതി? ഉണ്ട് ദേവേട്ടാ. എന്തേ? ആ, അതുകൊണ്ടൊരാവശ്യമുണ്ട്. വർണ്ണ, ഞാൻ 10 വരെ ഉണ്ട്. അതിനുള്ളിൽ റൂമിൽ കയറി ബുക്ക് എടുത്ത് വായിച്ചില്ലെങ്കിൽ ഞാൻ ആ ചൂലിങ് എടുക്കും. 1 2 3. ഗുഡ് നൈറ്റ് ചേച്ചി. വർണ്ണ അത് പറയില് റൂമിലേക്ക് ഓടലും കഴിഞ്ഞിരുന്നു. പാടിക്കാൻ ആന മടിച്ചിയ, ഇങ്ങനെയൊക്കെ നിന്നാലും 2 ലക്ഷം പാടിക്കൂ. ദത്തൻ ചിരിയോടെ പറഞ്ഞ് റൂമിലേക്ക് പോയി. ദത്തൻ റൂമിലേക്ക് വന്ന് ഡോർ ലോക്ക് ചെയ്തു. വർണ്ണ ബുക്ക് നോക്കി വായിക്കുന്നത് കണ്ട് അവൻ ചേരിൽ വന്നിരുന്ന് തൻ്റെ വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. ഇവൻ ഇന്നിത് പഠിക്കാതെ തന്നെ ഉറങ്ങാൻ സമ്മതിക്കൊന്നും തോന്നുന്നില്ല. ഷിലു, നമ്മുടെ പ്ലാന് പുറത്തെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എൻ്റെ അവസാനത്തെ അവിടവ്, പ്രലോഭനം. വർണ്ണ പതിയെ ബെഡിൽ നിന്നിറങ്ങി ദത്തനിരിക്കുന്ന ചെയറിൻ്റെ പിന്നിലായി വന്നു നിന്നു. ശേഷം അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. ദത്തനൊരു പുഞ്ചിരിയോടെ വീണ്ടും തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അത് കണ്ട് വർണ്ണ അവൻ്റെ മറ്റേ കവിളിൽ ഉമ്മ വെച്ചു. പഠിച്ചു കഴിഞ്ഞോടാ? ദത്തൻ ചോദിച്ചു. ഇല്ല. വർണ്ണ അവൻ്റെ തല പിന്നിലേക്ക് ചെരിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു. വെറുതെ സമയം കളയാതെ പോയി പഠിക്കു കുഞ്ഞേ, എന്നിട്ട് വേണ്ട ഉറങ്ങാൻ. 5 മിനിറ്റ് റെസ്റ്റ്. വർണ്ണ അവൻ്റെ മടിയിലെ ലാപ്ടോപ്പ് ടേബിളിന് മുകളിൽ വെച്ച് അവൻ്റെ മടിയിലിരുന്നു. 5 മിനിറ്റ് കേട്ടോ. ശരി ദത്താ. വർണ്ണ അവൻ്റെ മുഖം കയ്യിലെടുത്ത് അവൻ്റെ ചൂണ്ടിൽ അമർത്തി ചുംബിച്ചു. ദത്തനും ചിരിച്ച് അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. വർണ്ണ തൻ്റെ ചൂണ്ടവിരൽ കൊണ്ട് അവളുടെ മുഖത്തിലൂടെ വിരലൊടിച്ചു. പക്ഷേ ദത്തൻ പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നുമില്ലാതെ ഒരു പുഞ്ചിരിയോടെ ഇരിക്കുകയാണ്. ഇവനെന്തെങ്ങനെ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നേ? വർണ്ണ മനസ്സിലാലോചിച്ച് ദത്തൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു. കറക്റ്റ് 5 മിനിറ്റായി. ഇനി പോയി പഠിക്ക്. ഒരു 5 മിനിറ്റ് കൂടി ദത്താ. ഇല്ല, പറ്റത്തില്ല. നീ ഇപ്പൊ കാണിച്ചതിന് പിന്നിലെ ലക്ഷ്യം എനിക്ക് അറിയാം മോളെ. ഇതിലും വലുതുണ്ടായിട്ട് കൂടി കൺട്രോൾ കളയാതെ പിടിച്ചു നിന്നവനായി ദത്തൻ. എന്നിട്ടാ അവളുടെ ഉമ്മ. പോയിരുന്ന് പഠിക്കടി. ദത്തൻ്റെ ശബ്ദം ഉയർന്നു. ഇതിനൊക്കെ പകരം വിട്ടാൻ എനിക്കൊരു അവസരം കിട്ടും. ഒന്ന് ഞാൻ കാണിച്ചു തരാടാ ദേവദത്ത. അത് പറഞ്ഞ് വർണ്ണ അവൻ്റെ കഴുത്തിലായി അമർത്തി കാണിച്ച് അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റു. വർണ്ണ ബെഡിൻ്റെ അരികിൽ എത്തുന്നതിന് മുമ്പേ തന്നെ ദത്തൻ അവളെ പിന്നീന്ന് പുണർന്നുകൊണ്ട് അവളുടെ പിൻകഴുത്തിൽ മുഖം ചേർത്തു. കുഞ്ഞേ, ഞാൻ എൻ്റെ കുട്ടിയെ ഹഗ് ചെയ്യുമ്പോഴും കിസ് ചെയ്യുമ്പോഴും അതിൽ നിറഞ്ഞു നിൽക്കുന്നത് സ്നേഹം മാത്രമാണ്. ആ സമയം എൻ്റെ മനസ്സിലുള്ളത് നിന്നോടുള്ള പ്രണയം മാത്രമാണ്. ഇനി നീ ഇങ്ങനെ ചെയ്യരുത്. നീ കുറച്ചു മുമ്പ് അങ്ങനെ ചെയ്തത് പഠിക്കാനുള്ള മടി കൊണ്ടാണെന്ന് എനിക്കറിയാം. അതിലൊരു ഫീലും ഇല്ല. ദത്തൻ അവളുടെ കാതിലായി പറഞ്ഞതും വർണ്ണക്കും എന്തോ സങ്കടം തോന്നി. ദത്തൻ പറഞ്ഞത് ശരിയാണ്. താൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവന് സങ്കടമായി കാണില്ലേ? അവൾ ദത്തന് നേരെ തിരിഞ്ഞു. ദത്തൻ അപ്പോഴും പുഞ്ചിരിയോടെ അവളെ നോക്കി നിൽക്കുകയായിരുന്നു. സോറി, അവൾ നിറമിഴികളോടെ പറഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. അയ്യേ, ഇത്രയും ചെറിയ കാര്യത്തിന് എൻ്റെ കുട്ടി കരയാണോ? ഈ കുഞ്ഞു മുഖത്തിന് ഈ കരച്ചിലൊന്നും ചേരില്ല. ദത്തൻ അവളെ തന്നീന്ന് അടർത്തി മാറ്റി. ഇനി ദത്തൻ്റെ കുഞ്ഞ് സ്നേഹത്തോടെ ഇവിടെ ഒരു ഉമ്മ തന്നേ. ദത്തൻ തൻ്റെ കവളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. വർണ്ണവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് അവൻ്റെ കാലിന് മുകളിൽ കയറി നിന്ന് പെരുവിരലിൽ ഊന്നിക്കൊന്ന് അവൻ്റെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്തു.
ഇദ്ദേഹത്തിന് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ചുംബനം തീവ്രമായതും അത് അതരങ്ങളെയും മറികടന്ന് നാവുകൾ തമ്മിൽ കെട്ടിപ്പിണഞ്ഞു. ഉമിനീരുകൾ പരസ്പരം കലർന്നു. ഇദ്ദേഹത്തിനിൽ നിന്നും മടന്നു മാറാനാവാതെ വർണ്ണ വീണ്ടും വീണ്ടും അവനെ ഭ്രാന്തമായി ചുംബിച്ചു. ഒപ്പം അവൻ്റെ കൈകൾ അവളുടെ ടീഷർട്ടിനുള്ളിലൂടെ അവളുടെ ഇടുപ്പിലേക്ക് പ്രവേശിച്ചിരുന്നു. വർണ്ണയെ നീങ്ങിക്കൊണ്ട് അവനിൽ നിന്നും അകന്നു മാറി. ഇദ്ദേഹത്തിന് അവളെടുത്ത് ബെഡിലേക്ക് കിടത്തി. ഇന്ന് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് നിനക്കൊരു എക്സ്ക്യൂസ് തന്നതാണ്. നാളെ മുതൽ മര്യാദക്ക് പഠിച്ചോണം. ഇദ്ദേഹത്തിന് ലൈറ്റ് ഓഫ് ചെയ്ത് അവളുടെ അരികിലായി വന്ന് കിടന്നു. പഠിച്ചോളാം, അവൾ വലിയ താല്പര്യമില്ലാതെ പറഞ്ഞ് തലവടി പുതുപ്പിട്ട് തിരിഞ്ഞു കിടന്നു. മര്യാദക്കടെ വർക്ക് ചെയ്തുകൊണ്ട് നിന്റെ അടുത്ത് വന്നിരുന്ന് പ്രലോഭിപ്പിച്ചിട്ട് ഇപ്പം നീ തിരിഞ്ഞു കിടക്കുന്നോടി. ഇദ്ദേഹത്തിന് അവളുടെ മേലുള്ള പുതുപ്പ് വലിച്ചെടുത്തു. നിനക്ക് എന്താ വേണ്ടതെത്താ? എനിക്ക് ഉറങ്ങണം. എനിക്കെന്താ വേണ്ടെന്ന് പറഞ്ഞു തരുമോ? ഇദ്ദേഹത്തിന് അവൻ്റെ പതിവ് കള്ളച്ചിരിയോടെ പറഞ്ഞു. എന്തെങ്കിലും വേണമെങ്കിൽ താഴെ അമ്മയോ ചെറിയമ്മയോ കാണും. നിനക്ക് വേണ്ടത് അവരോട് എടുത്ത് തരാൻ പറഞ്ഞാൽ മതി. എനിക്ക് ഉറങ്ങണം. എനിക്ക് ആരും എടുത്തു തരണ്ട, ഞാൻ സ്വയം എടുത്തോളാം. അതും പറഞ്ഞ് ഇദ്ദേഹത്തിന് അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി അഴിക്കാൻ തുടങ്ങി. അതിനെന്തിനാ ഷർട്ട് അയക്കുന്നേ? എന്താ ചൂട്? അതാ